വേനലിൽ വെന്തുരുകുന്നു കേരളം. കനത്ത ചൂടിൽ കത്തിജ്വലിച്ച് കേരളം. സംസ്ഥാനത്ത് പലയിടത്തും താപനില 40 ഡിഗ്രി കടന്നു. ഇതോടെ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള ഉച്ചവിശ്രമം കൂടുതൽ കർശനമായി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് വാളയാറിലുണ്ടായ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പാലക്കാട് താപനില 40 ഡിഗ്രിക്ക് മുകളിലാണ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ചൂട് 40 ഡിഗ്രിയുടെ അടുത്തെത്തി. ഇതോടെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ കൊടും ദുരിതത്തിലായി. വെള്ളം ബക്കറ്റിൽ എപ്പോഴും ഫുള്ളായിട്ടുണ്ടാവും. രാവിലെ വന്നാൽ തന്നെ ചേച്ചി വെള്ളം രാവിലെ തന്നെ കൊടുന്നു വെക്കും. അവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കും. വെള്ളം കുടിക്കാൻ നിൽക്കാൻ കഴിയില്ലേ, വിചാരി ചൂടല്ലേ. ഈ വെയിൽ ഇപ്പോൾ കുറേ നേരം ഉണ്ടാവുകയും കാരണം എപ്പോഴും കഴിയില്ല. ഇനി വെയിൽ പഴയമാതിരി നമ്മൾ വിശ്വസിച്ചൊരു 10 ടിക്കറ്റ് 100 ടിക്കറ്റ് എടുക്കുന്ന അവിടെ ഇപ്പോൾ 75 ടിക്കറ്റും കൊണ്ട് നടക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അത്രയും ചൂടാണ്, പുറത്ത് നടക്കാനേ പറ്റാത്ത രീതി. കനത്ത ചൂടിൽ സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ സർക്കാർ ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് തൊഴിലാളികൾക്ക് ആശ്വാസം. ഭയങ്കര ചൂട് തന്നെ. ഞങ്ങൾ 8 മണിക്ക്, അത് കാരണം കാലത്ത് നേരത്തെ 8 മണിക്ക് വരും, വൈകിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് പോകും, പിന്നെ വൈകിട്ട് 3 മണിക്ക് വരും, വൈകിട്ട് 6 മണിക്ക്. നിർമ്മാണ മേഖലയിലടക്കം ഉച്ചവിശ്രമം അനുവദിക്കാൻ ചിലർ തയ്യാറാകുന്നില്ലെന്ന് പരാതിയുണ്ട്. ശക്തമായ പരിശോധന നടത്തുമെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു. ചൂട് കൂടുന്നതിനിടെ മലയോര മേഖലയിൽ പടരുന്ന കാട്ടുതീ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നു. പാലക്കാട് വാളയാർ വടശ്ശേരി മലയിൽ പടർന്ന കാട്ടുതീ ഇനിയും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല. ഉഷ്ണക്കാറ്റാണ് ഇപ്പോഴത്തെ ഉയർന്ന താപനിലയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. മാർച്ച് അവസാനത്തോടെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് പ്രവേശിക്കും. ഉത്തരായന സമയത്ത് ചൂട് വീണ്ടും വർദ്ധിച്ചേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പാലക്കാട് കൂറ്റനാട് കിണറുകളിലെ വെള്ളത്തിന് തീപിടിക്കുന്നു. പെട്രോളിന്റെ സാന്നിധ്യമുള്ള വസ്തു കലർന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 3 മാസത്തിലേറെയായി കിണറിലെ വെള്ളത്തിന് പെട്രോളിന്റെ ഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. കൂറ്റനാട്ടെ CPM ഓഫീസിന്റെയും വീടുകളിലെയും കിണറുകളിലാണ് ഇന്ധനത്തിന് സമാനമായ വസ്തു കലർന്നതായി കണ്ടെത്തിയത്. കുറച്ച് മാസങ്ങളായി കിണറിലെ വെള്ളത്തിന് പെട്രോളിന് സമാനമായ രൂക്ഷഗന്ധമുണ്ട്. കൂടാതെ കിണർ ജലത്തിന് മുകളിൽ എണ്ണ പരന്ന നിലയിൽ മഞ്ഞ നിറത്തിൽ പാട കെട്ടിയിട്ടുമുണ്ട്. ഗന്ധം രൂക്ഷമായപ്പോൾ നാട്ടുകാർ പേപ്പർ കത്തിച്ച് കിണറിലിട്ടതും വെള്ളത്തിൽ നിന്ന് തീ ആളിപ്പടർന്നു. നാട്ടുകാർ പരാതി ഉന്നയിച്ചതോടെ നാഗലശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ മാരകമായ തോതിൽ മിനറൽ ഓയിൽ കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. നമ്മൾ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ വന്ന സാമ്പിളുകൾ ഫസ്റ്റ് ഈ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിന്റെ എല്ലാ പാരാമീറ്റേഴ്സും ഓയിൽ ആൻഡ് ഗ്രീസ് തുടങ്ങിയവർക്ക് നമ്മുടെ ലാബുകളിൽ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫീസ് ലാബിൽ തന്നെ ചെയ്യും. ബാക്കി ഉള്ളത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ സെൻട്രൽ ലാബിലേക്ക് കൊച്ചിയിലേക്ക് അയക്കും. അവിടുത്തെ റിസൾട്ട് കിട്ടാനുള്ള കാലതാമസം ഉണ്ടാവുള്ളൂ. നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ ബാക്ടീരിയോളജി ചെയ്യാനുള്ള ഒരു 48 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് നടക്കുന്നുണ്ട്. കൂറ്റനാട്ട് സെന്ററിലുള്ള പെട്രോൾ പമ്പിന് 300 മീറ്റർ ചുറ്റളവിലുള്ള വീടു കിണറുകളിലാണ് സംഭവം. കിണർ വെള്ളം ഉപയോഗശൂന്യമായതോടെ കടുത്ത വേനലിൽ പ്രദേശത്തുള്ളവരുടെ കുടിവെള്ളം മുട്ടി. ചെടി നനയ്ക്കാൻ പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സംഭവം ചൂണ്ടിക്കാട്ടി DMO, MLA, പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടത്തി വെള്ളം ഉപയോഗപ്രദമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18, പട്ടാമ്പി. പാലക്കാട് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് കഞ്ചാവ് കലർത്തിയ മരുന്നുകൾ പിടിച്ചെടുത്തു. ചെർപ്പുളശ്ശേരി പൂന്തോട്ടം ആയുർവേദ കേന്ദ്രത്തിലാണ് എക്സൈസ് റെയ്ഡ് നടത്തിയത്. മരുന്നുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുമെന്നും ഫലം വരുന്ന മുറയ്ക്ക് അറസ്റ്റുണ്ടാകുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. ചികിത്സയ്ക്കായാണ് മരുന്നെത്തിച്ചതെന്നും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതിയുണ്ടെന്നുമാണ് പൂന്തോട്ടം ആയുർവേദ കേന്ദ്രത്തിന്റെ വിശദീകരണം. എടപ്പാളിൽ 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പൊന്നാനി എക്സൈസിന്റെ പിടിയിൽ. ചങ്ങരംകുളം സ്വദേശിയായ ശ്രീജിത്താണ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാളുമായി ബന്ധപ്പെട്ടവരെ നിരീക്ഷിച്ചു വരികയാണെന്നും എക്സൈസ് അറിയിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ കണ്ണൂർ മയിൽക്കാർക്കിപ്പോൾ ആഘോഷമാണ്.
വലുപ്പച്ചെറുപ്പമില്ലാതെ ഇവർ ഒത്തുകൂടും നാടകം പഠിക്കാൻ. നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമീണ നാടകവേദിയെ തിരിച്ചുപിടിക്കാനാണ് കലയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ ചേർന്ന് മയ്യിൽ നാടകക്കൂട്ടത്തിന് രൂപം കൊടുത്തത്. വ്യത്യസ്തമാർന്ന നാടകാവതരണത്തിലൂടെ ഇതിനോടകം തന്നെ ഇവർ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മൊറാഴ സമരനായകൻ അറാക്കൽ കുഞ്ഞിരാമന്റെ ജീവചരിത്രമാണ് ഇത്തവണ നാടകത്തിനായി ഇവർ തിരഞ്ഞെടുത്തത്. സ്വന്തം നാട്ടുകാരൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നതിന്റെ സന്തോഷവും ഇവർ പങ്കുവയ്ക്കുന്നു. എന്നെ നിർമ്മിച്ച ചരിത്രത്തെ നോക്കി ഞാൻ പോരാടുവാൻ പഠി. ഇന്ന് പലപ്പോഴും നമ്മുടെ പല പ്രവർത്തനങ്ങളും എന്താണ് തനിക്ക് മെച്ചം കിട്ടുമെന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലെങ്കിലും ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യമാണ് ഞങ്ങൾ ഈ നാടകക്കൂട്ടത്തിലെ ആളുകളെ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബോധം. 1940 സെപ്റ്റംബർ 15 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചെറുത്തുനിൽപ്പ് സമരം. മർദ്ദക പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി മൊറാഴയിൽ നടന്ന പൊതുയോഗത്തെ ബ്രിട്ടീഷ് പോലീസ് ആക്രമിച്ചു. സഖികെട്ട ജനങ്ങൾ പോലീസുകാർക്കെതിരെ തിരിഞ്ഞു. ആ ചെറുത്തുനിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് അറാക്കൽ കുഞ്ഞിരാമനായിരുന്നു. ഞാൻ ഈ മയിൽ നാടകക്കൂട്ടത്തിൻ്റെ എല്ലാ നാടകങ്ങളുടെയും പിന്നിൽ ഉണ്ടാകുന്ന ഒരാളാണ്, അഭിനേതാവായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും മയിൽ നാടകക്കൂട്ടം ഒരു നാടകം, നാലാമതൊരു നാടകം ചെയ്യുമ്പോൾ ആ നാടകത്തിൻ്റെ ഭാഗമൊക്കെ ആവുക എന്ന ഉദ്ദേശത്തിലാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മയ്യിൽ കയറളത്ത് ജനിച്ച് കേരളീയന്റെ സ്വാധീനത്താൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തിപ്പെട്ട നേതാവ്. 2 കാലയളവിലായി 13 വർഷം ജയിൽവാസം, ലോക്കപ്പ് മർദ്ദനങ്ങൾ, സാഹസികമായ ഒളിവ് ജീവിതം, ഇതൊക്കെയാണ് അറാക്കലിനെ കുറിച്ചുള്ള നാടകത്തിന്റെ ഇതിവൃത്തം. നവനാടകവേദിയിലെ ശ്രദ്ധേയനായ സംവിധായകൻ സോബി സൂര്യഗ്രാമമാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ഫിക്ഷനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു നാടകമാണ്. കാരണം അതൊരു ചരിത്ര സംഭവമായതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റി പറിക്കാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തിനെ അപ്പുറം കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്കിലും നമ്മളതിനെ ഈ ഡോക്യുമെൻറ്റേഷൻ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് തിയേറ്റർ ലാംഗ്വേജിലേക്ക് ഇതിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മയ്യിൽ, മലപ്പട്ടം, കൊളച്ചേരി, കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള 32ഓളം പേർ നാടകത്തിൽ വേഷമിടുന്നു. 30ലധികം പേർ അണിയറ പ്രവർത്തകരായി വേറെയും. നാട്ടിൻപുറങ്ങളിലെ വൈകുന്നേരങ്ങളെ സജീവമാക്കിയ വോളിബോളിന്റെ ചടുലതാളങ്ങൾ നാടകത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും സംവിധായകൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഡയറ്റിലെ അധ്യാപകനും നാടകകൃത്തുമായ ഡോക്ടർ KS വാസുദേവനാണ് നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ പട്ടാനൂർ ഗാനരചനയും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ രഞ്ജിത്ത് ശ്രീധർ, അനന്യ മനോജ് എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത്. ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ CK അനൂപ് ലാലാണ് നാടകത്തിനാവശ്യമായ ചരിത്രരേഖകൾ ശേഖരിച്ചത്. ഈ മാസം 15-ന് മയ്യിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകം ആദ്യമായി പ്രദർശിപ്പിക്കുക. ന്യൂസ് 18 കണ്ണൂർ. കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ലൈൻമാനെ ആക്രമിച്ചയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം കീരമ്പാറയിൽ KSCB ജീവനക്കാർ സമരം നടത്തി. ലൈൻമാൻ സിബി CNനാണ് മർദ്ദനമേറ്റത്. വൈദ്യുതി ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച പ്രകടനം കീരമ്പാറ ജംഗ്ഷനിൽ സമാപിച്ചു. MLA ഓഫീസ് എന്നൊക്കെ കേട്ട് പരിചയമുണ്ടെങ്കിലും പഞ്ചായത്ത് മെമ്പറുടെ ഓഫീസ് എന്ന് അധികമാരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. എങ്കിൽ അത്തരത്തിലൊരു ഓഫീസ് ഒരുക്കിയിരിക്കുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവിലെ M മൈമൂനത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർക്കായി ഓഫീസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ അതിശയം തോന്നിയേക്കാം. എങ്കിൽ ചപ്പാരപ്പടവിലെ പറക്കോടെത്തിയാൽ മെമ്പറുടെ ഒരു അടിപൊളി ഓഫീസ് കാണാം. പറക്കോട് അംഗൻവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മെമ്പർ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഓഫീസ് തുറന്നിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മൈമൂനത്ത് ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ജനപ്രതിനിധി കൂടിയാണ്. ജനസേവനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ഇറങ്ങാൻ മടി കാരണം ആളുകൾ ഈ ആനുകൂല്യം കൃത്യമായി കൈപ്പറ്റാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരു വാർഡ് മെമ്പറെ ഇവിടെ പോയി ചെന്ന് കാണണം എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കൃത്യമായ സമയത്ത് വാർഡ് മെമ്പർ ഇന്ന് ഈ സ്ഥാപനത്തിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വന്ന് നേരിട്ട് കാണുവാനും അവരുടെ പരിവേദനങ്ങളും പരാതികളും ബോധിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇത്തരം കേന്ദ്രങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ ഓഫീസിലെത്തിയാൽ ഓൺലൈനായി ചെയ്തു നൽകും. ഇതുകൂടാതെ വാർഡിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളും പൊതുജനത്തിന് മെമ്പറുമായി ചർച്ച ചെയ്യാം. ന്യൂസ് 18 ചപ്പാരപ്പടവ്. താമരശ്ശേരി എളേറ്റിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് തെങ്ങിലിടിച്ച് ഒരാൾ മരിച്ചു. പന്നൂർക്കാവിൽ ചന്ദ്രനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ എളേറ്റിൽ കാഞ്ഞിരമുക്കിലായിരുന്നു അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ഇടുക്കി നെടുങ്കണ്ടത്തെ 12 വയസ്സുകാരന്റെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഗെയിമുകൾക്ക് കുട്ടി അടിമപ്പെട്ടിരുന്നുവെന്ന് സംശയിക്കുന്നതായി മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധ സംഘം പരിശോധന നടത്തി. 21-ാം വയസ്സിൽ ബസിന്റെ വളയം കൈകളിൽ ഭദ്രമാക്കി കാസർഗോഡ് കരിച്ചേരി തൊട്ടിയിലെ ആതിര. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കിയ ആതിരയ്ക്ക് ഭാവിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകണം എന്നാണ് ആഗ്രഹം. കാറും ബൈക്കും ലോറിയുമെല്ലാം ഓടിക്കുന്ന വനിതകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ബസിന്റെ വളയം കൈകളിൽ ഭദ്രമാക്കിയിരിക്കുകയാണ് കരിച്ചേരി തൊട്ടിയിലെ KR ആതിര. ചെറുപ്പത്തിലെ വാഹനങ്ങൾ ഓടിക്കാനുള്ള താല്പര്യമാണ് ആതിരയെ ഇതിലേക്ക് നയിച്ചത്. ഡിസംബർ 18-നാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടിയത്. പിന്നാലെ ബാഡ്ജും ലഭിച്ചു. കാസർഗോഡ് ബന്തെടുക്ക റൂട്ടിൽ 43 കൊല്ലമായി സർവീസ് നടത്തുന്ന ശുക്രിയ ബസിന്റെ അവസാന ട്രിപ്പായ ശങ്കരമ്പാടിയിലേക്കുള്ള യാത്രയിൽ 2 ആഴ്ചയായി സാരഥി ആതിരയാണ്. കുടുംബത്തിന്റെ പിന്തുണയാണ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കിയതെന്ന് ആതിര പറയുന്നു. അച്ഛൻ മുന്നേ ഒരു ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇത് കണ്ട് വളർന്നുകൊണ്ട് എനിക്ക് ഇതിനോടൊരു ആഗ്രഹമായിരുന്നു. പിന്നെ 21-ാം വയസ്സിൽ ഹെവി എടുത്തു. അങ്ങനെ ബസ്സിൽ കയറി. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിവരുന്ന കുഞ്ഞിരാമന്റെയും രതിയുടെയും മകളാണ് ആതിര. BCom പൂർത്തിയാക്കിയ ആതിരയ്ക്ക് ഭാവിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകണമെന്നതാണ് ആഗ്രഹം. ന്യൂസ് 18 കാസർഗോഡ്. ഉത്തര കേരളത്തിലെ കാവുകളും ദേവസ്ഥാനങ്ങളും പൂരോത്സവത്തിന്റെ ലഹരിയിലാണ്. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ് 9 ദിവസങ്ങളിലായി നടക്കുന്ന പൂരോത്സവം. 9, 7, 5 എന്നിങ്ങനെ വ്യത്യസ്ത ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് വടക്കിന്റെ മണ്ണിലെ പൂരാഘോഷം. മഹാക്ഷേത്രങ്ങളിൽ മിക്കതും 9 നാൾ നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണെങ്കിൽ പ്രധാന കഴകങ്ങളിലും കാവുകളിലും 7 ദിവസവും ചെറിയ ക്ഷേത്രങ്ങളിൽ 5 ദിവസവുമാണ് പൂരോത്സവം. നിശ്ചയിച്ച പ്രകാരമാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പന്തലിൽ പൊന്നുവയ്ക്കൽ, പന്തൽ കളിമാറൽ എന്നിവയ്ക്ക് ശേഷം കഴകം കയറൽ ചടങ്ങ് നടക്കും. പെലിക്കോട് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കഴകം കയറൽ ചടങ്ങ് കാണാൻ 100 കണക്കിന് ഭക്തരെത്തി. കൊണ്ടത്തിൽ തറവാട്ടിലെ പുറത്തെ പന്തലിൽ പൂരക്കളി പരിശീലനം പൂർത്തിയാക്കി. കാവിനകത്തെ പന്തലിൽ പ്രവേശിക്കുന്നതാണ് കരക്കക്കാവിലെ കഴകം കയറൽ ചടങ്ങ്. പന്തൽ കളിമാറൽ, അകത്തെ കളി, മറത്തുകളി എന്നിങ്ങനെ നീളുന്നതാണ് പൂരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ചടങ്ങുകൾ. പൂരം കുളിയോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാകുന്നത്. ന്യൂസ് 18 പെലിക്കോട്. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. കാർഷിക കേരളം. ഒരു മൂട് കപ്പ വിളവെടുത്തപ്പോൾ ലഭിച്ചത് 95 കിലോയിലധികം കിഴങ്ങ്. പട്ടാമ്പി ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ഖുറൈഷിയുടെ കൃഷിയിലാണ് ഭീമൻ കപ്പ വിളഞ്ഞത്. ഓങ്ങല്ലൂർ കൊണ്ടൂർക്കരയിലാണ് നാട്ടുകാർക്കൊന്നാകെ കൗതുകവും അത്ഭുതവുമായ 95 കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്തത്. കൊണ്ടൂർക്കരയിലെ യുവ കർഷകനായ KP ഖുറൈഷി നടത്തിയ കൃഷിയിലാണ് ഒറ്റത്തണ്ടിൽ 95 കിലോ കപ്പ വിളഞ്ഞത്. ഭീമൻ കപ്പ വിളവെടുത്തത് അറിഞ്ഞ് നാട്ടുകാർക്കും കൗതുകം. കൊണ്ടൂർക്കര KP സെൻസ് ഓഡിറ്റോറിയത്തിലെ വളപ്പിലാണ് കപ്പ കൃഷി നടത്തിയത്. ബാക്കിയുള്ള കപ്പയുടെ തണ്ട് ഉയരം കൂടി വൈദ്യുതി കമ്പിയിൽ മുട്ടുമെന്നായപ്പോൾ വിളവെടുത്തു. മുറിക്കാതെ സൂക്ഷിച്ച തണ്ടിലാണ് ഇപ്പോൾ ഭീമൻ കപ്പ ഉണ്ടായത്. കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ 4 പുറം കറണ്ട് കമ്പി പോവുക കാരണം ഒഴിവാക്കിയതാണ്. അതിൽ ഒരെണ്ണം അവിടെ നിർത്തിയതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു കായഫലമാണ് ഏകദേശം ഒരു 95 കിലോ ഉണ്ട്. ഞങ്ങൾ സ്നേഹിതന്മാരെല്ലാം കുറച്ചായി കഴിച്ചു. 2 വർഷം പ്രായമായ തണ്ടിലാണ് കപ്പ വിളഞ്ഞത്. തുടർന്നും കപ്പ കൃഷിയുമായി മുന്നോട്ടു പോകാനാണ് ഖുറൈഷിയുടെയും കൂട്ടുകാരുടെയും തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. തളിപ്പറമ്പിൽ പരിഭ്രാന്തി പരത്തി പകൽ സമയത്തെ മാലിന്യം കത്തിക്കൽ. ക്ലാസിക് തിയേറ്ററിന് സമീപമാണ് വൻതോതിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചത്. രാവിലെ 8 മണിയോടെയാണ് സംഭവം. തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോഴാണ് വിഷയം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുക ശ്വസിച്ച പലർക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. തൊട്ടടുത്ത് വൈദ്യുത ട്രാൻസ്ഫോർമർ ഉണ്ടായിരുന്നതും ആശങ്കയ്ക്കിടയാക്കി. സമീപത്തെ വ്യാപാരികളോട് അന്വേഷിച്ചുവെങ്കിലും ആരാണ് കത്തിച്ചതെന്ന് അറിയില്ലെന്നായിരുന്നു മറുപടി. പൊതു ഇടങ്ങളിൽ മാലിന്യം കത്തിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
പുനലൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലിൽ കുളിക്കാനിറങ്ങിയ ശാസ്താംകോണം ഐഷ മൻസിലിൽ അസ്കറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബന്ധുവിനൊപ്പം ചാലിയക്കര കനാലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് കല്ലട ജലസേചന പദ്ധതി അധികൃതർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കറവൂർ ഭാഗത്തു നിന്നും കണ്ടെത്തിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് മുങ്ങി മരിച്ചു. ചവറ പനമന അത്തം വീട്ടിൽ നിധിനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. പള്ളിക്കലാറിൽ ബന്ധുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. വിദ്യാലയമുറ്റത്ത് അസംബ്ലി പന്തലൊരുക്കി അധ്യാപകർ. കാസർഗോഡ് ചീമേനി പൊതാവൂർ AUP സ്കൂൾ അധ്യാപകരുടെ കൂട്ടായ്മയാണ് വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി അസംബ്ലി പന്തൽ നിർമ്മിച്ചു നൽകിയത്. സ്കൂളിലെ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനായി അധ്യാപകർ തന്നെ മുന്നോട്ട് വന്നതോടെ മനോഹരമായ അസംബ്ലി പന്തലാണ് ചീമേനി പൊതാവൂർ AUP സ്കൂളിന് മുന്നിൽ തയ്യാറായത്. ശിശു സൗഹൃദ അന്തരീക്ഷം ഒരുക്കാനുള്ള പ്രവർത്തനത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പങ്കാളികളായി. 6 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. വിദ്യാലയത്തിൻ്റെ മുൻഭാഗത്തുള്ള ഈ സ്ഥലം ഒരു അസംബ്ലി ഹാൾ ആയി രൂപാന്തരപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു 6 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് ഇവിടുത്തെ അധ്യാപകരും ജീവനക്കാരുമാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. വെയിലും മഴയുമേൽക്കാതെ കുട്ടികൾക്ക് അസംബ്ലിയിൽ പങ്കെടുക്കാനും ബാലസഭയുൾപ്പെടെയുള്ള സർഗപരമായ പ്രവർത്തനങ്ങൾക്ക് ഒത്തുകൂടാനും ഇടമൊരുക്കണമെന്നത് അധ്യാപകരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഹെഡ്മാസ്റ്റർ KM അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി VV മനോജ് കുമാർ, SRG കൺവീനർ C ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചീമേനി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.